പ്രണവ് പ്രവീൺ ഫാമിലി ഇഷ്യൂ പല വഴികളിൽ കത്തിക്കയറിക്കൊണ്ടേയിരിക്കുകയാണ്. പല വെളിപ്പെടുത്തലുകളുമായി പല മേഖലകളിൽ നിന്നും പല ആൾക്കാരും രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇപ്പോഴിതാ പുതിയൊരു വാർത്തയുമായി. പ്രണവുമായി പ്രണയത്തിലായിരുന്നു എന്ന് സമൂഹം പൊതുവെ വിശ്വസിച്ചിരുന്ന കല്യാണി എന്ന പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കമന്റ് എഴുത്തുകാരെ കൊണ്ട് സഹികെട്ടിട്ട് കല്യാണി ഇപ്പോൾ പ്രണവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പുതിയ വാർത്ത. കല്യാണിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്റ്റോറി ഇങ്ങനെയാണ്: വല്ലവന്റെയും കുടുംബ പ്രശ്നത്തിനകത്തേക്ക് ദയവായി എന്നെ വലിച്ചിഴക്കരുത്. ഈ പ്രണവ് കൊച്ചു എന്ന വ്യക്തി പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് കല്യാണി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരെയൊക്കെ അടുത്തറിയുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ കാലങ്ങളായി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള ഒട്ടനവധി സൂചനകൾ ഇരുവരുടെയും അക്കൗണ്ടുകളിലൂടെ പലപ്പോഴായി ജനത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കല്യാണിയോട് സ്നേഹമുള്ള ഒരു കൂട്ടം ആരാധകർ കല്യാണിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പ്രണവിൻ്റെയും കുടുംബത്തിൻ്റെയും ഗുണ്ടായുസവും ലീലാവിലാസങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലം കാട്ടിക്കൂട്ടിയ അഭിനയ മികവുമെല്ലാം നന്നായി മനസ്സിലാക്കിയ ജനങ്ങൾ കല്യാണിയോട് പറയുന്നൊരു കാര്യമുണ്ട്: എത്രയും വേഗം നീ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൂ, അല്ലെങ്കിൽ ആ വീടിനുള്ളിൽ മൃദുലയ്ക്കുണ്ടായ അനുഭവം തന്നെയായിരിക്കും നിനക്കും സംഭവിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ കമൻ്റ് എഴുത്തുകാർ ഒരാളെ സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കും. പക്ഷേ വലിയൊരു രസമുണ്ട്, അവർക്ക് നിസ്സാര കാര്യങ്ങൾ മതി പിണങ്ങുവാനും തള്ളിപ്പറയുവാനും വെറുക്കുവാനും ഒക്കെ. ഇനി അങ്ങനെ തള്ളിപ്പറഞ്ഞാലും വെറുത്താലുമൊക്കെ ആ പിണക്കത്തിനും വെറുപ്പിനും അധികം ആയുസ് ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം തിരുത്തി പറയാനും സ്നേഹിക്കുവാനും അവർ തയ്യാറാകും. കാരണം കാണുന്നതിനും കേൾക്കുന്നതിനും അനുസരിച്ച് മാത്രം അഭിപ്രായം പറയുന്നവരാണ് ഓരോ ആരാധകരും ഓരോ കമൻ്റ് എഴുത്തുകാരും. എന്തായാലും സ്നേഹമുള്ള ആരാധകരുടെ ബുദ്ധി ഉപദേശമാണെങ്കിലും കല്യാണിക്ക് അതിപ്പോൾ അരോചകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വല്ലവൻ്റെയും കുടുംബ പ്രശ്നത്തിലേക്ക് എന്നെ വലിച്ചിഴക്കരുത് എന്ന് കല്യാണി ആരാധകരോട് തുറന്നു പറയുമ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ്. ആരാധകർ ചിന്തിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കല്യാണിയും ചിന്തിക്കുന്നത്. അതെ, എന്തിനാണ് വെറുതെ വല്ലവൻ്റെയും കാര്യത്തിൽ ഇടപെട്ട് പുലിവാല് പിടിക്കാൻ പോകുന്നത്? എന്തായാലും കല്യാണി കണ്ടമാനം കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും ആരാധകർ കമൻറ്റുകൾ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ചില കമൻറ്റുകൾ ഞാനിവിടെ ഒന്ന് വായിക്കാം. ഒരാൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അതെ, മറ്റവനെ കെട്ടിയ മോളെ നിന്റെ ജീവിതം തീർന്നു. മനസമാധാനം എന്തെന്നറിയാതെ ജീവിച്ചു മരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ അവനെ തന്നെ കെട്ടിക്കൂ. അടുത്തൊരു കമൻറ്റ്: കൊച്ചേ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി പെട്ടുപോകരുത്. നമുക്കത്രേ പറയാനുള്ളൂ. പിന്നീട് ഇരുന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. മറ്റൊരാൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചേച്ചി, കൊച്ചു കള്ളുകുടിയനാണ്. അവനെയൊക്കെ കെട്ടിയാൽ ജീവിതം കുളം തോന്നുന്നു കേട്ടോ. മറ്റൊരു കമൻറ്റ് കേൾക്കുക: നിനക്ക് ഗോഡായിട്ട് തന്ന ഒരു ഇഷ്യൂ ആണ് കൊച്ചുവിൻ്റേത്. ഓടി രക്ഷപ്പെട്ടു. അച്ഛൻ്റെ തനിക്കുണം അവനുണ്ട്. നട്ടലുള്ള ആണൊരുത്തനെ കെട്ടിയതുകൊണ്ട് മറ്റേ കൊച്ച് രക്ഷപ്പെട്ടു. അത് മൃദുലയുടെ കാര്യമായിരിക്കും പറയുന്നത്. മറ്റൊരാൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചേച്ചി, ആ പ്രണവ് കൊച്ചുവുമായിട്ട് വല്ല റിലേഷനും ഉണ്ടെങ്കിൽ വേഗം ഓടി രക്ഷപ്പെട്ടു. ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാണ്. ഡോണ്ട് വാണ്ട് ടു സീ യു സഫർ. മറ്റൊരു വിദ്വാൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: സ്നേഹം കൊണ്ട് പറയുകയാണ് മോളെ, ആ കൊച്ചു ഡാഷ്മോൻ നിന്റെ ലവർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നീ അവനെ ഒഴിവാക്കിക്കൂ. നീ സീതയാണെങ്കിൽ അവൻ്റെ അമ്മ ഭദ്രകാളിയാണ്, അവൻ ചെറ്റ രാവണനും. എന്തല്ലേ കമൻ്റ് എഴുത്തുകാർ! ഇതൊക്കെ കണ്ടിട്ട് എത്ര നേരം കല്യാണിക്ക് കണ്ടില്ല എന്ന് കണ്ട് മുൻപോട്ട് പോകാൻ പറ്റും? അതുകൊണ്ടിപ്പോൾ ആരാധകരായ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് കല്യാണിയും ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രണവ് കൊച്ചു എൻ്റെ ആരുമല്ല, അതൊക്കെ വല്ലയിടത്തും കിടക്കുന്ന വല്ലവരുമാണ്. അതുകൊണ്ട് ഈ വല്ലവൻ്റെയും ഒക്കെ കുടുംബ പ്രശ്നത്തിൽ ദയവ് ചെയ്ത് എന്നെ വലിച്ചിഴക്കരുത്, ഞാൻ ഈ നാട്ടുകാരിയല്ല എന്ന് കല്യാണി തീർത്തു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നത്തോടുകൂടി പലരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പലരും എന്ന് പറഞ്ഞാൽ ഒന്നാമത് രക്ഷപ്പെട്ടിരിക്കുന്നത് മൃദുലയാണ്. കെട്ടിക്കയറി വന്ന ദിവസം മുതൽ അനുഭവിച്ചു തുടങ്ങിയ കൊടിയ പീഡനങ്ങൾക്ക് എന്നേക്കുമായി ഒരു പരിസമാപ്തി വന്നിരിക്കുന്നു. രണ്ടാമത് രക്ഷപ്പെട്ടത് കല്യാണിയാണ്. അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ കാത്തിരുന്ന ഒരു വലിയ ദുരന്തം ഇങ്ങനെ അങ്ങ് ഒഴിവായിപ്പോയി. ഇല്ലായിരുന്നുവെങ്കിൽ പ്രേക്ഷകർ പറയുന്നത് പോലെ വലിയൊരു ഭൂകമ്പം കല്യാണിയുടെ ജീവിതത്തിലും സംഭവിക്കുമായിരുന്നു. അടുത്തതായി രക്ഷപ്പെട്ടത് പ്രേക്ഷകരാണ്. മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഏകദേശം 40 ലക്ഷത്തിലധികം ആൾക്കാരെയാണ് ഒരു കുടുംബം കാലങ്ങളായി കബളിപ്പിക്കുകയും അതുവഴി കണ്ടമാനം പണം സമ്പാദിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി വ്ലോഗ് എന്ന കോമാളിത്തരം കണ്ടുകൊണ്ട് ഇനിയും സമയം കളയാൻ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് കഴിയില്ല. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മറ്റു ചില ഫാമിലി വ്ലോഗുകാരുടെയൊക്കെ നെഞ്ചിൽ വെള്ളിടി വെട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫും തമ്മിൽ പകലും രാത്രിയും പോലുള്ള വ്യത്യാസമുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ഈ ദിവസങ്ങളിൽ വളരെ കൂലങ്കുഷമായി ചർച്ച ചെയ്യുകയും അത് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ജീവിതത്തിൽ ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനും അത് പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുവാനും ഫാമിലി വ്ളോഗർമാർ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു കൂട്ടം ഹതഭാഗ്യരായ പ്രേക്ഷകർ ഇതെല്ലാം സത്യമാണെന്നും ഈ വീടാണ് പർദീസ് എന്നും അവിടെയുള്ള ആൾക്കാർ ദേവതുല്യരാണ് എന്നുമൊക്കെ സങ്കല്പിക്കുകയും അവർക്ക് കട്ടയ്ക്ക് പിന്തുണ കൊടുത്ത് ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം പൊട്ടിത്തകർന്നു വീഴുമ്പോഴാണ് ഇത്രയും കാലഘട്ടങ്ങൾ നമ്മളെയൊക്കെ ശശിയാക്കിക്കൊണ്ടായിരുന്നല്ലോ ഇവരൊക്കെ മുൻപോട്ട് പോയിരുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി വ്ളോഗ് നടത്തുന്ന ആൾക്കാർക്കും ഫാമിലി വ്ളോഗുകൾ കാണുവാൻ വേണ്ടി മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ആൾക്കാർക്കുമൊക്കെ ഇത് ഒരു പുനഃപരിശോധനയ്ക്കുള്ള സമയമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.